ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുറപ്പാട് പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൽ കനാൻ പ്രവേശനത്തിൽ മോശ ദൈവത്തോട് പറയുകയാണ്. അതിന് മോശേ, അവർ എന്നെ വിശ്വസിക്കാതെയും എൻ്റെ വാക്ക് കേൾക്കാതെയും യഹോവ നിനക്ക് പ്രത്യക്ഷനായിട്ടില്ല എന്ന് പറയുമെന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഉത്തരം അവൻ തന്നെ അങ്ങ് പറയുക, അവരെന്നാ പറയാൻ പോകുന്നുള്ള ആ വലിയ ഇത് തന്നെ നമുക്കുള്ള കുഴപ്പം. നമുക്ക് ഏതെങ്കിലും കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്താൽ എന്താവുമെന്ന് നമ്മൾ തന്നെ അങ്ങ് ഉത്തരം കണ്ടെത്തും. ദൈവം പറഞ്ഞാൽ അങ്ങ് അനുസരിച്ചാൽ പോരെ അവന്. ഇതാ കുഴപ്പം. അപ്പോൾ ദൈവം അവനൊരു തെളിവ് കൊടുത്തു. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ യഹോവ അവനോട് നിൻ്റെ കയ്യിലിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചു. ഒരു വടി എന്ന് അവൻ പറഞ്ഞു. അത് നിലത്തിടുക എന്ന് കൽപ്പിച്ചു. അത് നിലത്തിട്ടു. അതൊരു സർപ്പമായി തീർന്നു. മോശ അതിനെ കണ്ട് ഓടിപ്പോയി. യഹോവ മോശയോട് തൻ്റെ കൈ നീട്ടി അതിൻ്റെ വാലിന് പിടിക്കുക എന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി അതിനെ പിടിച്ചു. അത് അവൻ്റെ കയ്യിൽ വടിയായി തീർന്നു. 5-ാം വാക്യത്തിൽ ഇത് അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിനക്ക് പ്രത്യക്ഷനായി എന്ന് അവർ വിശ്വസിക്കേണ്ടതിന് ആകുന്നു ഞാൻ ഈ ഒരു അടയാളെ കാണിച്ചു. അവർ വിശ്വസിക്കാൻ വേണ്ടിയാണ്. അവൻ പാമ്പിനെ പേടിയാണ് മോശ. ദൈവം ഒരു മാജിക്ക് കാണിച്ചതല്ല, മന്ത്രവാദം കാണിച്ചതല്ല. അവിടെ ഇവനൊരു ധൈര്യം കൊടുക്കാനായിട്ട്, ഒരു തെളിവ് കൊടുക്കാനായിട്ട് പറയുക. 6-ാം വാക്യത്തിൽ യഹോവ പിന്നെ അവനോട് നിൻ്റെ കൈ മാറുവിടത്തിൽ ഇടുക എന്ന് കൽപ്പിച്ചു. അവൻ കൈ മാറുവിടത്തിലിട്ടു. പുറത്തെടുത്തപ്പോൾ കൈ ഹിമം പോലെ വെളുത്തു ഇഷ്ടമുള്ളതായി കണ്ടു. നിൻ്റെ കൈ വീണ്ടും മാറുവിടത്തിൽ ഇടുക എന്ന് കൽപ്പിച്ചു. അവൻ കൈ വീണ്ടും മാറുവിടത്തിലിട്ടു. മാറുവിടത്തിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ അത് വീണ്ടും അവനെ മറ്റേ മാംസം പോലെ ആയി കണ്ടു. അപ്പോൾ കുഷ്ഠരോഗം കൊണ്ട് അവൻ നിറയുന്നു. ആ കുഷ്ഠരോഗം സൗഖ്യം കൊടുക്കുന്നു. ദൈവത്തിൻ്റെ ഞാനാകുന്നു നീ അങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. 8-ാം വാക്യത്തിൽ എന്നാൽ അവർ വിശ്വസിക്കാതെ ആദ്യത്തെ അടയാളം അനുസരിക്കാതെ ഇരുന്നാൽ അവർ പിന്നത്തെ അടയാളത്തിൽ വിശ്വസിക്കും. ഈ 2 അടയാളം പോരെ, ഈ 2 അടയാളം കൊടുക്കുക. 9-ാം വാക്യത്തിൽ ഈ 2 അടയാളങ്ങളും അവർ വിശ്വസിക്കാതെ നിൻ്റെ വാക്ക് കേൾക്കാതെ ഇരുന്നാൽ നീ നദിയിലെ വെള്ളം കോരി ഉണങ്ങിയ നിലത്തൊഴിക്കണം. നദിയിൽ നിന്ന് കോരിയ വെള്ളം ഉണങ്ങിയ നിലത്ത് രക്തമായി തീരും. നീ 3-ാമത്തെ കാര്യം ചെയ്യേണ്ടത്, 1-ാമത് വടി സർപ്പമാകുന്നു, 2-ാമത് നിൻ്റെ കൈ ഇടുമ്പോൾ അത് കുഷ്ഠം അതിനെ മാറുന്നു. ഈ 2 കാര്യം അവർ വിശ്വസിക്കുക ചെയ്താൽ ഈ നദിയിലെ വെള്ളം കോരി നിലത്തൊഴിക്കുമ്പോൾ കോരിയ വെള്ളം ഉണങ്ങിയ നിലത്ത് രക്തമായി തീരുമെന്ന 9-ാം വാക്യത്തിൽ പറയും. 3-ാമത്തെ കാര്യം പറഞ്ഞു. 10-ാം വാക്യത്തിൽ മോശ യഹോവയോട്, കർത്താവേ, മുമ്പേ തന്നെ നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനും തടിച്ച നാമുള്ളവനാവുന്നു എന്ന് പറഞ്ഞു. ദൗത്യങ്ങൾ നമ്മളെ ഏൽപ്പിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ എക്സ്ക്യൂസുകളാണ്. വലിയ കാര്യം ചെയ്യാൻ നമ്മളെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ എക്സ്ക്യൂസസ് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കും. ഇത്രയും വന്നപ്പോഴാണ് 11-ാം വാക്യത്തിൽ പറഞ്ഞത്, അതിന് യഹോവ അവനോട് മനുഷ്യനെ വായു കൊടുത്താർ, അല്ല ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയതാർ യഹോവയാ ഞാനല്ലയോ? ആകയാൽ നീ ചെല്ല്. ഈ മനുഷ്യന് ഞാനല്ലേ നാ കൊടുത്തത്? മനുഷ്യനെ സൃഷ്ടിച്ച് ഞാനല്ലേ? നിനക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ പോരെ? ഇത് തന്നെ നമ്മളുടെ പ്രശ്നം. ദൈവം നമ്മളോട് ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ നമ്മളത് ചെയ്യാതെ കൊടുക്കും. 12-ാം വാക്യത്തിൽ ഞാൻ നിൻ്റെ വായോടുകൂടി ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്കും ഉപദേശിച്ചു തരുമെന്ന് അരുളി ചെയ്തു. ഇതിൽ കൂടുതൽ എന്നാ ചെയ്യാനാ ദൈവം? നമുക്ക് വേണ്ടി എല്ലാം ദൈവം ചെയ്തു തരിക, അടയാളങ്ങൾ അത്ഭുതങ്ങൾ കാണിച്ച് മുന്നോട്ട് തരിക. 13-ാം വാക്യത്തിൽ എന്നാൽ അവൻ, കർത്താവേ, നിനക്ക് ബോധിച്ച് മറ്റേ ആരെങ്കിലും അയക്കണമേ എന്ന് പറഞ്ഞു. നമ്മൾ ഇതുപോലെ പറയും, പല കാര്യങ്ങൾ പറയും ഇന്ന ആളിനെ അതിനെ പറ്റിയ ആളാണ്. അത് നിനക്കറിയണോ? നിന്നെക്കാളും കർത്താവിന് അറിയാമല്ലോ ആരെ ഇവിടെ വേണമെന്ന്. അതുകൊണ്ട് ഈ കനാൻ ദേശത്ത് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ദൗത്യങ്ങൾ നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. 14-ാം വാക്യത്തിൽ അപ്പോൾ യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു. അവൻ അരുളി ചെയ്തു, ലേവിനായ അഹരോൻ നിൻ്റെ സഹോദരനല്ലയോ? അവൻ നല്ലവണ്ണം സംസാരിക്കുമെന്ന് ഞാൻ അറിയുന്നു. അവൻ നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ടു വരുന്നു. നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയത്തിൽ ആനന്ദിക്കും. നീ അവനോട് സംസാരിച്ച് അവന് വാക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ നിൻ്റെ വായോടും അവൻ്റെ വായോടും കൂടെ ഇരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഉപദേശിക്കും. നിനക്ക് അവൻ ജനത്തോട് സംസാരിക്കും. അവൻ നിനക്ക് വായായിരിക്കും. നീ അവന് ദൈവവുമായിരിക്കും. ദൈവത്തിൻ്റെ പദ്ധതി അഹരോനെ സഹോദരനെ കൂട്ടുപിടിക്കുക. സഹോദരൻ നല്ല വാക്സാമർഥ്യമുള്ളവനാണ്. പക്ഷേ വാക്സാമർഥ്യം ഉള്ളവനെ അല്ല ദൈവം എടുക്കുന്നത്. പക്ഷേ അവനെ ദൈവത്തിന് ആവശ്യമുണ്ട്. ദൈവം സ്വഭാവമാണ് നോക്കുന്നത്. ഒരുത്തനെ പിടിച്ച് ഞാങ്ങണപ്പെട്ടകത്തിൽ നിന്ന് രാജകൊട്ടാരത്തിൽ വളർത്തി അമ്മായിപ്പൻ്റെ ആടിനെ നോക്കി വന്ന് അവനെ വിളിച്ച് അവൻ മുൾപ്പടർപ്പിൽ കയറി വന്ന് അവനോട് സംസാരിച്ച് അവനെ മേരിക്കി എടുത്ത്
ദൈവത്തിൻ്റെ സന്നിധിയിൽ അവിടെ പ്രവർത്തിക്കാൻ അവന് സ്വന്തം സഹോദരനെ കൊടുക്കുക. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ് മോശയും അവൻ്റെ സഹോദരനും തമ്മിൽ കൊടുത്തിരിക്കുന്നത്. നീ അവന് വായ, നീ പറയുന്ന അവൻ പറയും. 17-ാം വാക്യത്തിൽ അടയാളങ്ങൾ പ്രവർത്തിക്കരുതെന്ന് ഈ വടിയും നിൻ്റെ കയ്യിൽ എടുത്തുകൊള്ളുക. പിന്നെ മോശ തൻ്റെ അമ്മായപ്പനായ യിത്രോവിൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, ഞാൻ പുറപ്പെട്ട് മിസ്രൈമിലെ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവർ ജീവനോട് ഇരിക്കുന്നുവോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇത്ര മോശയോട് പറഞ്ഞു, സമാധാനത്തോടെ പോകാം എന്ന് പറഞ്ഞു. ഇവിടെ അമ്മായപ്പനോട് ഇത് കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ ചിലപ്പം വിട്ടില്ലെങ്കിലും ഒന്നും കൊണ്ടാണ് കാര്യമൊക്കെ പറഞ്ഞു, ഞാനത് അവരെ തിരക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ അമ്മായപ്പൻ്റെ അനുഗ്രഹമുണ്ട്. അമ്മായമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചോണം കേട്ടോ. അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹം പോലെ തന്നെ അമ്മായപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ മോനെ നീ രക്ഷപ്പെടുകയുള്ളൂ. യഹോവ മിദ്യാനിൽ നിന്ന് മോശയോട് മിസ്രയിലേക്ക് മടങ്ങി പോകാൻ നിനക്ക് ജീവഹാനി വരുത്താൻ നോക്കിയവർ എല്ലാവരും മരിച്ചുപോയി എന്ന് അരുളിച്ചു. അപ്പോൾ 19-ാം വാക്യത്തിലാണ് യഹോവ മിദ്യാനിൽ വെച്ച് മോശയോട് മിസ്രൈമിലേക്ക് മടങ്ങി പോവുക, നിനക്ക് ജീവഹാനി വരുത്താൻ നോക്കിയവർ എല്ലാവരും മരിച്ചുപോയി. 20-ാം വാക്യത്തിൽ അങ്ങനെ മോശ തൻ്റെ ഭാര്യയും പുത്രന്മാരെയും കൂട്ടി കഴുതപ്പുറത്ത് കയറ്റി മിസ്രൈം ദേശത്തേക്ക് മടങ്ങി. ദൈവത്തിൻ്റെ വടിയും മോശ കയ്യിലെടുത്തു. യഹോവ മോശയോട് അരുളി ചെയ്തു, ഞാൻ മിസ്രൈമിൽ ചെന്നെത്തപ്പോൾ ഞാൻ നിന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ള അത്ഭുതങ്ങളൊക്കെയും ഫറവോൻ്റെ മുൻപാകെ ചെയ്യുവാൻ ഓർത്തുകൊള്ളുക. എന്നാൽ അവൻ ജനത്തെ വിട്ടയക്കാതിരിപ്പാൻ ഞാൻ അവൻ്റെ ഹൃദയം കഠിനമാക്കും. ഇതിലൂടെ പറഞ്ഞാൽ അവിടുന്ന് നീ ഇതൊക്കെ കാണിച്ചാലും അവൻ്റെ ഹൃദയത്തിൽ ഒരു മാറ്റവും വരികയില്ല. കഠിന ഹൃദയമുള്ളവരാണ്. ആ കഠിന ഹൃദയമുള്ള വ്യക്തി ജീവിതങ്ങളാണ്. ധ്യാനത്തിലൂടെ നമുക്ക് നമ്മുടെ കഠിന ഹൃദയം മാറിയാലേ കനാനിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. നീ ഫറവോനോട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇസ്രായേൽ എൻ്റെ പുത്രൻ, എൻ്റെ ആദ്യജാതൻ തന്നെ. എനിക്ക് ശുശ്രൂഷിക്കുവാൻ എൻ്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കും. അവനെ വിട്ടയപ്പാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ നിൻ്റെ പുത്രനെ, നിൻ്റെ ആദ്യജാതനെ തന്നെ കൊന്നുകളയുമെന്ന് പറയാം. ഇത് പറയാം. ഇസ്രായേലിനെ വിട്ടയച്ചില്ലെങ്കിൽ മിസ്രൈമിലെ എല്ലാം അവൻ്റെ ആദ്യജാതനെ ദൈവമായ യഹോവ കൊന്നുകളയും. ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ പറയുന്നത്. ഇപ്പോൾ 24-ാം വാക്യത്തിൽ, എന്നാൽ വഴിയിൽ സത്രത്തിൽ വെച്ച് യഹോവ അതിനെ എതിരിട്ട് കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ സിപ്പോര ഒരു കൽക്കത്തി എടുത്തു, തൻ്റെ മകൻ്റെ അഗ്രചർമ്മം ഛേദിച്ചു, അവൻ്റെ കാൽക്കലിട്ടു. എനിക്ക് രക്തമണവാളൻ എന്ന് പറഞ്ഞു. ഇങ്ങനെ അവനെ വിട്ടൊഴിഞ്ഞു. ആ സമയത്താകുന്നു അവൾ പരിച്ഛേദന നിമിത്തം രക്തമണവാളൻ എന്ന് പറഞ്ഞത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ പരിച്ഛേദന യഹൂദൻ്റെ ആചാരമാണ്. എന്നാൽ യഹോവ അഹരോനോട് നീ മരുഭൂമിയിൽ മോശയെ എതിരേൽപ്പാൻ ചെല്ലുക എന്ന് കൽപ്പിച്ചു. അപ്പോൾ മോശയ്ക്ക് കൂട്ടായിട്ട് സഹോദരനെ അയക്കുകയാണ്. അതും ദൈവത്തിൻ്റെ പദ്ധതി. അവൻ ചെന്ന് ദൈവത്തിൻ്റെ പർവ്വതത്തിങ്കൽ വെച്ച് അവനെ എതിരേറ്റ് ചുംബിച്ചു. യഹോവ തന്നെ ഏൽപ്പിച്ചയച്ച വചനങ്ങളൊക്കെയും തന്നോട് കൽപ്പിച്ച അടയാളങ്ങളൊക്കെയും മോശ അഹരോനെ അറിയിച്ചു. ദൈവത്തിൻ്റെ സന്നിധിയിൽ കംപ്ലീറ്റ് മോശ അഹരോനോട് കാര്യങ്ങളെല്ലാം പറയുക. പിന്നെ മോശ അഹരോനും കൂടെ പോയി. 20-ാം വാക്യത്തിൽ ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാരെ ഒക്കെയും കൂട്ടിവരുത്തി. 30-ാം വാക്യത്തിൽ യഹോവ മോശയോട് കൽപ്പിച്ച വചനങ്ങളെല്ലാം അഹരോൻ പറഞ്ഞു. ആ പറഞ്ഞ് കേൾപ്പിച്ചപ്പോൾ ജനം കാണുകെ അടയാളങ്ങളും പ്രവർത്തിച്ചു. അപ്പോൾ ജനം വിശ്വസിച്ചു. 31-ാം വാക്യത്തിൽ യഹോവ ഇസ്രായേൽ മക്കളെ സന്ദർശിച്ചു എന്നും തങ്ങളുടെ കഷ്ടത കടാക്ഷിച്ചുവെന്നും കേട്ടിട്ട് അവർ കുമ്പിട്ട് നമസ്കരിച്ചു. അവരവരുടെ ദൈവത്തെ കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ദൈവം നടത്തുന്ന വഴികൾ ഇങ്ങനെയാണ്. ദൈവം നിന്നെ സന്ദർശിക്കുന്നത്, നിൻ്റെ കഷ്ടങ്ങളിൽ ദൈവം നിന്നെ സന്ദർശിക്കും, നിൻ്റെ ഭാരങ്ങളിൽ ദൈവം നിന്നെ സന്ദർശിക്കും. ഈ വചനം കേൾക്കുമ്പോൾ, ഈ പുറപ്പാട് പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായം മുഴുവൻ നിങ്ങൾ കേൾക്കുമ്പോൾ, 1-ാമത്തെ അധ്യായം മുഴുവൻ കേൾക്കുമ്പോൾ, 2-ാമത്തെ അധ്യായം മുഴുവൻ കേൾക്കുമ്പോൾ, ഈ 3-ാമത്തെ അധ്യായം മുഴുവൻ കേൾക്കുമ്പോൾ, ദൈവം അനുവദിക്കുന്ന പക്ഷേ ഇതിൻ്റെ 40 അധ്യായങ്ങളും കൂടെ കേൾക്കുമ്പോൾ, ഈ നോമ്പ് കാലങ്ങളിലൂടെയുള്ള ഈ 40 ദിവസത്തെ ധ്യാനങ്ങളിലൂടെ ആ കനാനിൽ പ്രവേശിക്കുവാനായിട്ട് ദൈവം അതിന് അവസരം തരുന്നു. അതിനായി തന്നെ നമ്മളെ തന്നെ സമർപ്പിക്കാം, കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും അത്ഭുതകരമായ ഇസ്രായേൽ മക്കളുടെ അനുഗ്രഹമുണ്ടായി കനാൻ ദേശത്ത് പ്രവേശിക്കുവാൻ
അവസരം ലഭ്യമാക്കി തീർക്കണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലസ് യു.